ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെന്ന് കണ്ടു നോക്കും. ഇന്ന് നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ ചില സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ഞാൻ കോളിലാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ഓൺ എ കോൾ. ഐ ആം ഓൺ എ കോൾ. അതല്ലെങ്കിൽ ഐ ആം ഓൺ ദ ഫോൺ. അങ്ങനെയും പറയാം. ഐ ആം ഓൺ ദ ഫോൺ. ബോത്ത് ആർ കറക്റ്റ്. ദെൻ ഇനി നമുക്ക് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്ന് പറയണമെങ്കിലോ ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ ഇങ്ങനെ പറയാം. ഇനി കോൾ കട്ടായി പോയി. അതെങ്ങനെ പറയാം? ദ കോൾ ഗോട്ട് ഡിസ്കണക്റ്റഡ്. ദ കോൾ ഗോട്ട് ഡിസ്കണക്റ്റഡ്. നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സെന്റൻസ് ആണ് കോൾ കട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഡോണ്ട് ഹാങ് അപ്പ്. ഡോണ്ട് ഹാങ് അപ്പ്. നിന്റെ മനസ്സ് ഇവിടെയല്ല. അതെങ്ങനെ പറയാം? യു ആർ ഔട്ട് ഓഫ് മൈൻഡ്. യു ആർ ഔട്ട് ഓഫ് മൈൻഡ്. ദെൻ എന്താണ് നിനക്ക് കുഴപ്പം? വാട്ട് ഈസ് റോങ് വിത്ത് യു? വാട്ട് ഈസ് റോങ് വിത്ത് യു? നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തിരക്കിലാണോ? അതെങ്ങനെ ചോദിക്കാം? ആർ യു ബിസി വിത്ത് യുവർ ജോബ്? ആർ യു ബിസി വിത്ത് യുവർ ജോബ്? ദെൻ ടീച്ചർ ക്ലാസ് എടുത്തു. ദ ടീച്ചർ ടുക്ക് ദ ക്ലാസ്. ദ ടീച്ചർ ടുക്ക് ദ ക്ലാസ്. ഞാൻ മാപ്പു ചോദിക്കുന്നു. ഐ അപ്പോളജൈസ്. ഐ അപ്പോളജൈസ്. ഇനി അവൾ എന്നും യോഗ ചെയ്യാറുണ്ട്. അതെങ്ങനെയാ നമ്മൾ പറയാ? ഷീ ഡസ് യോഗ എവറി ഡേ. ഷീ ഡസ് യോഗ എവറി ഡേ. അവൾ ഇപ്പോൾ യോഗ ചെയ്യുകയാണ്. അതെങ്ങനെയാ നമ്മൾ പറയാ? ഷീ ഈസ് ഡൂയിങ് യോഗ നൗ. ഷീ ഈസ് ഡൂയിങ് യോഗ നൗ. ദെൻ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ട്രെയിൻ ഹാസ് അറൈവ്ഡ്. എനിക്ക് ഇനിയും സമ്പാദിക്കണം. അതെങ്ങനെ പറയാം? ഐ മസ്റ്റ് ഏൺ മോർ. ഐ മസ്റ്റ് ഏൺ മോർ. ഞാൻ എൻ്റെ ഫോൺ നമ്പർ അപരിചിതർക്ക് കൊടുക്കാറില്ല. ഐ ഡോണ്ട് ഗിവ് മൈ ഫോൺ നമ്പർ ടു സ്ട്രേഞ്ചേഴ്സ്. ഐ ഡോണ്ട് ഗിവ് മൈ ഫോൺ നമ്പർ ടു സ്ട്രേഞ്ചേഴ്സ്. ദെൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. അതെങ്ങനെ പറയാം? ഐ വിൽ ഗോ ഹോം ആഫ്റ്റർ എ വൈൽ. ഐ വിൽ ഗോ ഹോം ആഫ്റ്റർ എ വൈൽ. ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങി. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ദെൻ അവൻ നട്ടലില്ലാത്തവനാണ്. അതെങ്ങനെ പറയാം? ഹി ഈസ് സ്പൈൻലെസ്. ഹി ഈസ് സ്പൈൻലെസ്. അവൻ വളരെ അച്ചടക്കമുള്ളവനാണ്. ഹി ഈസ് വെരി ഡിസിപ്ലിൻഡ്. ഹി ഈസ് വെരി ഡിസിപ്ലിൻഡ്. ഇതെന്റെ ആദ്യത്തെ ശ്രമമാണ്. അതെങ്ങനെ പറയാം? ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ദെൻ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എവ്രിവൺ ഹാസ് പ്രോബ്ലംസ്. എവ്രിവൺ ഹാസ് പ്രോബ്ലംസ്. നീ പോകണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ഷുഡ് ഗോ. യു ഷുഡ് ഗോ. ഇനി അവൻ വരണം. അതെങ്ങനെ പറയാം? ഹി ഷുഡ് കം. ഹി ഷുഡ് കം. ദെൻ അവൾ പോകേണ്ട. ഷീ ഷുഡിൻ ഗോ. ഷീ ഷുഡിൻ ഗോ. ദെൻ നീ എഴുതേണ്ട. യു ഷുഡിൻ റൈറ്റ്. യു ഷുഡിൻ റൈറ്റ്. നീ നന്നായി പഠിക്കണം. അതെങ്ങനെ പറയാം? യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. ദെൻ നീ ഒരു ഡോക്ടറിനെ കാണണം. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഞാൻ പോകണോ? അതെങ്ങനെ ചോദിക്കാം? ഷുഡ് ഐ ഗോ. ഷുഡ് ഐ ഗോ. ഞാൻ പഠിക്കണോ? അതെങ്ങനെ ചോദിക്കാം? ഷുഡ് ഐ സ്റ്റഡി. ഷുഡ് ഐ സ്റ്റഡി. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരാം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവനും ഷുവറായിട്ട് പഠിക്കാൻ കഴിയും. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.